ഗൂഗിള് കോടതിയിൽ പോകാനുള്ള തിരക്കില്ലല്ലേ അമ്മേ? ഈ ചെറിയ കാര്യത്തിന് വേണ്ടി ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്കൊരുമിച്ച് പോവാം. അല്ല, അങ്ങനെ പോയാ മതി. അപ്പൊ ഞങ്ങൾ അസിസ്റ്റന്റുമാരൊന്നും വേണ്ടേ? ആ, അസിസ്റ്റന്റുമാര് രണ്ടുപേരും കൂടെ ദാ ഈ ഉള്ളി പൊളിച്ചു വെക്കാം. ക്യാച്ച്. ആ, അതിന്റെ കൂടെ ഇഞ്ചിയും കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് എടുത്തു വെക്കാം. കത്തിങ്ങന്നേ, ബാക്കിയൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം. മക്കളെ, എനിക്കുള്ള വെജിറ്റബിൾ കറിയും കൂടെ ഒന്ന് റെഡിയാക്കേക്കണേ. ആ, എനിക്ക് വെന്തുട്ടിക്ക് ചിക്കന്റെ ലെഗ് പീസ് ഫ്രൈ വേണം. ഓ, ലെഗ് പീസ് മാത്രമേ കഴിക്കൂ? ലെഗ് പീസ് തന്നെ വേണം. അമ്മുക്കുട്ടിക്ക് എന്തുമോക്കും ലെഗ് പീസ് തന്നെ സച്ചേട്ടൻ ഫ്രൈ തരാം. ഓ, പിന്നെ ഒരച്ഛനും മക്കളും. അങ്ങനെയാണെങ്കിൽ ചിക്കൻ ഫ്രൈ ഞങ്ങൾക്കും വേണം. അതെ അതെ. ഓക്കെ, നമുക്കിന്ന് ചിക്കൻ സാൻഡിയാഗയുടെ കൂടെ ചിക്കൻ കപ്പിൾ ഫ്രൈ ഉണ്ടാക്കാം. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ചിക്കൻ കപ്പിൾ ഫ്രൈയോ? അതെന്തുവാടാ അത്? എന്റെ അമ്മേ, ഈ സച്ചേട്ടൻ ഓരോ ഞായറാഴ്ചയും ചിക്കൻ കറിക്കും ഫ്രൈക്കും ഓരോ പേരിടും. കഴിഞ്ഞ ഞായറാഴ്ച ചിക്കൻ ഗുലുഗുലു ഫ്രൈ അങ്ങനെ എന്തോ ആയിരുന്നു. സച്ചേച്ചന്റെ പേരൊക്കെ എവിടെന്നാ കിട്ടുന്നേ? സച്ചേച്ചൻ ഭയങ്കര ഷെഫല്ലേ മോളെ? പിന്നെ ഇതൊക്കെ സച്ചേച്ചന്റെ മാസ്റ്റർ പീസ് ഐറ്റങ്ങളാ. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ? വാ മോളെ സ്നേഹേ, അടുക്കളല്ലേ ഇഡലി സാമ്പാർ ഇരിപ്പുണ്ടാവൊക്കെ എടുത്തു കൊടുത്തേ. എനിക്ക് വേണ്ടമ്മേ, ഞാൻ കഴിക്കുന്നില്ല. അതെന്താ? ഓ, ഇന്ന് സ്പെഷ്യൽ ഡ്യൂട്ടി അല്ലേ, മുതലാളി മേടിച്ചു കൊടുക്കുമായിരിക്കും. നീ എപ്പോ വരും? ഊണിന് മുമ്പ് വരുമോ? തിരിച്ചു വരുമോ എന്ന് തന്നെ ഉറപ്പില്ല. ചിലപ്പോ എന്റെ ശവം മാത്രമായിരിക്കും ഇവിടേക്ക് വരുന്നത്. ഇടി, ചോദിച്ചു കേട്ടില്ലേ നീ? ഉണ്ണാൻ നേരത്തേക്ക് നീ ഇങ്ങോട്ട് വരുവോന്ന്? അത് അറിയില്ലമ്മേ. അതിരെ ഞാൻ കൊണ്ടുവിടാം. വേണ്ട ഏട്ടാ, ഞാൻ ബസ്സിന് പൊക്കോളാം. അമ്മ, സച്ചേച്ചന്റെ ചിക്കൻ കറി സൂപ്പറാ. അമ്മ വന്നിട്ട് നിങ്ങൾ കഴിക്കും. എന്നെ കാത്തിരിക്കണ്ട, നിങ്ങൾ കഴിച്ചോ. അമ്മ പോയിട്ട് വരാം. എടി കൊച്ചി, എന്തെങ്കിലും കഴിച്ചിട്ട് പോടി. വേണ്ടമ്മേ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. സമൃദ്ധ, താനിത് ഇങ്ങോട്ട് പോകുന്നു? അല്ല, എങ്ങോട്ട് പോകുന്നതായിരുന്ന പറഞ്ഞില്ലായിരുന്നല്ലോ. പെട്ടെന്ന് തീരുമാനിച്ച പ്രോഗ്രാമാണോ? അത് പിന്നെ മോക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഇന്ന് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അതൊക്കെ അവള് വേണമെന്ന് പറഞ്ഞിട്ടാ പോയേ. അല്ല, അതിന് താൻ പോകേണ്ട കാര്യം എന്താ? എടോ, എന്തൊക്കെയാ വാങ്ങണ്ടെന്ന് വെച്ചാ ആ ലിസ്റ്റ് എനിക്കൊന്ന് ചെയ്താ പോരെ? വൈകുന്നേരം വരുമ്പോ ഞാൻ വാങ്ങിക്കൊണ്ടുവരില്ലേ? കോടതിയുടെ അടുത്ത് തന്നെ ബുക്ക് സ്റ്റോളും സ്റ്റേഷനറി ഷോപ്പൊക്കെ ഇല്ലേ? ഈയിടെയായിട്ട് മോൾക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്. അവളെങ്ങനെ പലതും പറയും. ആവശ്യമുള്ളത് വാങ്ങിക്കൊടുത്താൽ മതി കേട്ടോ. എടോ, പെൺമക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാനുള്ള അവകാശം അച്ഛന്മാർ കൂടെ ഷെയർ ചെയ്താ. അതല്ല ഗൂഗിൾ, അവൾക്ക് കുറച്ച് സോക്സും ഒരു പുതിയ റെയിൻകോട്ടും പിന്നെ ചില ഇന്നർവേഴ്സും ഒക്കെ വാങ്ങേണ്ടത്. അത് ഞാൻ തന്നെ സെലക്ട് ചെയ്തെടുത്താലേ ശരിയാവൂ. കഴിഞ്ഞ ദിവസമല്ലേ അവൾക്ക് ഇതുപോലെ ഏതാണ്ടൊക്കെ വാങ്ങിക്കൊടുത്തത്. ആ ബോക്സ് ഇപ്പോഴും പൊട്ടിക്കാതെ മുറിയിലിരിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ.
അത് വേറെ സാധനങ്ങളമ്മ. ചില സാധനങ്ങളൊക്കെ അവള് പറയുന്ന എണ്ണ അങ്ങോട്ട് കിട്ടണം, ഇല്ലെങ്കിൽ അവളത് കൈകൊണ്ട് തൊടില്ല. ഓരോ തവണയും അവക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ 100 വട്ടം നോക്കിയിട്ടാ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നത്. എന്നാലേ അവക്കത് ഇഷ്ടപ്പെടുള്ളൂ. ഞാനെന്നാ പോയിട്ട് വരാം. മോളെ, നീ എന്തിനാ ഒറ്റയ്ക്ക് പോകുന്നത്? ഗോകുൽ ഓഫീസിൽ പോകാൻ നിൽക്കല്ലേ? ഒരു 5 മിനിറ്റ് ഇവൻ ചായ കുടിച്ചിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് പോകാമല്ലോ. ഗൂഗിള് കോടതിയിൽ പോകാനുള്ള തിരക്കില്ലല്ലേ അമ്മേ? ഈ ചെറിയ കാര്യത്തിന് വേണ്ടി ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ഒരുമിച്ച് പോവാം. അല്ല, അങ്ങനെ പോയാൽ മതി. ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. ശരിയമ്മേ? അല്ല, ഗൂഗിളിന് ഓഫീസിൽ നല്ല തിരക്കുണ്ടാവില്ലേ? എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണമെന്നില്ല. ഞാനൊരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം. ഇന്നത്ര തിരക്കുള്ള ദിവസമൊന്നുമല്ല. മജിസ്ട്രേറ്റ് കോടതിയിലെ കേസ് മാത്രമേ ഉള്ളൂ. അതൊക്കെ ജൂനിയേഴ്സ് നോക്കിക്കോളൂ. താൻ കയറ്. ഗൂഗിൾ, രണ്ടും 2 റൂട്ടിലല്ലേ? ഞാൻ പുറത്തിറങ്ങി ഒരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം. എടോ, ഈ വെയിലത്ത് താൻ നീ വെറുതെ ഓട്ടോ കയറി അലയാൻ നിൽക്കണ്ട. നമ്മൾ ഒരുമിച്ച് പോയി സാധനങ്ങൾ വാങ്ങി തന്നെ കൊടുക്കൊണ്ട് വിട്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഈശ്വര, ഈ ഗൂഗിള് എന്നെ വിടുന്ന മട്ടില്ലല്ലോ. ഞാൻ എന്താ ചെയ്യാ? താൻ വന്ന് കയറടോ. വാ. ചേട്ടാ, ഗുഡ് മോർണിംഗ് മാഡം. റൂം നമ്പർ 201. സെക്കൻഡ് ഫ്ലോർ. താങ്ക് യു. യു ആർ വെൽക്കം മാഡം.